നമസ്കാരം. വി ആർ ഫാർമാക്കേറ്റ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കഫ് സിറപ്പിൻ്റെ ഉപയോഗത്തെ പറ്റിയാണ്. നമ്മളിൽ പലർക്കും ചുമ വന്നാൽ ആദ്യം ചെയ്യുന്നത് ഡോക്ടറെ കാണുന്നതിന് പകരം ഫാർമസിയിൽ പോയി ഒരു കഫ് സിറപ്പ് വാങ്ങുക എന്നതാണ്. ഇത് കഴിച്ചാൽ ചുമ മാറും എന്ന വിശ്വാസത്തിലാണ് പലരും ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ എല്ലാ ചുമയ്ക്കും ഒരേ കഫ് സിറപ്പ് ഉപയോഗിക്കാനാവില്ല എന്നതാണ് യഥാർത്ഥ സത്യം. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ചുമ ഒരു രോഗമല്ല, അത് ഒരു രോഗലക്ഷണം ആണ്. ശരീരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളുടെ ഒരു സൂചന മാത്രമാണ് ചുമ. ചുമ സിറപ്പ് എന്നത് ചുമയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ലിക്വിഡ് മരുന്നാണ്. ഇത് രോഗം പൂർണ്ണമായി മാറ്റുന്ന ചികിത്സയല്ല, മറിച്ച് ചുമയുടെ തീവ്രത കുറയ്ക്കാൻ മാത്രം ഉപയോഗിക്കുന്നതാണ്. ചുമയുടെ സ്വഭാവം അനുസരിച്ച് സിറപ്പുകൾ പലതരത്തിലുണ്ട്. കഫം ഇല്ലാതെ വരുന്ന ഡ്രൈ കഫിന് വേറെയും കഫം ഉള്ള വെറ്റ് കഫിന് വേറെയും അലർജി മൂലമുള്ള ചുമയ്ക്ക് വേറെയും മരുന്നുകൾ ഉപയോഗിക്കുന്നു. ഇവ ഓരോന്നും വ്യത്യസ്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. കഫ് സിറപ്പിൽ സാധാരണയായി ആൻറ്റിഹിസ്റ്റമിൻസ്, എക്സ്പെക്ടോറൻസ്, കഫ് സപ്രസൻസ് എന്നിവ പോലുള്ള ഘടകങ്ങൾ അടങ്ങിയിരിക്കും. ചില സിറപ്പുകളിൽ അല്പം സെഡേറ്റീവ് എഫക്റ്റ് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അത് കഴിച്ചാൽ ഉറക്കം വരാൻ സാധ്യതയുണ്ട്. പലരും ചെയ്യുന്ന വലിയ തെറ്റ് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ തന്നെ കഫ് സിറപ്പ് വാങ്ങി ഉപയോഗിക്കുന്നതാണ്. ചിലർ പഴയ സിറപ്പ് വീണ്ടും ഉപയോഗിക്കുകയും കുട്ടികൾക്ക് അഡൽട്ട് ഡോസ് കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് ശരിയായ രീതിയല്ല. അപകടകരമായ സാഹചര്യങ്ങൾക്കും കാരണമാകാം. കുട്ടികളിൽ കഫ് സിറപ്പ് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം. കുട്ടികളുടെ ശരീരഭാരം അനുസരിച്ചാണ് ഡോസേജ് നിശ്ചയിക്കേണ്ടത്. ചില സിറപ്പുകൾ കുട്ടികൾക്ക് അനുയോജ്യമല്ലാത്തതുമാണ്. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശം വളരെ പ്രധാനമാണ്. കഫ് സിറപ്പ് ഉപയോഗിക്കുന്നതിനാൽ ചിലർക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടായേക്കാം. ഉറക്കം വരിക, തലചുറ്റൽ, വായ വരണ്ടതാവുക അല്ലെങ്കിൽ അലർജി പ്രതികരണങ്ങൾ എന്നിവ സാധാരണ സൈഡ് എഫക്ട്സ് ആണ്. എന്നാൽ ഇത് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകണമെന്നില്ല. ചുമ 5 മുതൽ 7 ദിവസത്തിൽ കൂടുതലായി തുടരുകയാണെങ്കിൽ അത് സാധാരണ ചുമ മാത്രമല്ലായിരിക്കാം. ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ, ആസ്മ, അലർജി അല്ലെങ്കിൽ മറ്റ് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ആവാം. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ സ്വയം മരുന്ന് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. കഫ് സിറപ്പ് ഉപയോഗിക്കുമ്പോൾ ശരിയായ കഫ് ടൈപ്പ്, ചുമ ഏത് ടൈപ്പാണെന്ന് തിരിച്ചറിയുകയും ആവശ്യമായാൽ ഡോക്ടർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിൻ്റെ നിർദ്ദേശം തേടുകയും ചെയ്യണം. കൂടാതെ വെള്ളം കൂടുതൽ കുടിക്കുകയും സ്റ്റീം ഇൻഹലേഷൻ പോലുള്ള, അതായത് ആവി പിടിക്കുന്നത് പോലുള്ള ലളിതമായ മാർഗങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നത് സഹായകരമാണ്. അവസാനമായി പറയേണ്ടത്, കഫ് സിറപ്പ് ഒരു രോഗത്തിൻ്റെ ചികിത്സയല്ല, അത് ചുമയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാനുള്ള ടെമ്പററി റിലീഫ് മാത്രമാണ്. അതുകൊണ്ട് ശരിയായ കാരണം കണ്ടെത്താതെ മരുന്ന് ഉപയോഗിക്കുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാം. ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്